ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ അതിന് പറ്റിയൊരു മീൻകറിയുടെ റെസിപ്പിയും കൂടാണ്. അപ്പോൾ ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ മീൻകറി വെക്കാം. ഞാൻ കണ്ടില്ലേ, വലിയ അയലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 4 ഉണ്ടായിരുന്നു. ആ 4 ഞാൻ കറി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിന് ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ അയല. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ചെറുതല്ല, വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയും ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് വെക്കുന്നത് ഈ പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചൊന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ്. എപ്പോഴും ഒരേ മോഡലിൽ തന്നെ വെക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മീൻകറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം, ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. പൊടികളൊന്നും തന്നെ കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇത് കണ്ടില്ലേ, നമ്മുടെ പൊടികളുടെ കളറൊക്കെ മാറി വന്ന് നല്ലവണ്ണം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ എടുത്തിരുന്ന സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നിരത്തി ഇട്ട് കൊടുക്കാം. ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ഇത് കണ്ടില്ലേ, ഞാൻ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് നമ്മുടെ കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു. ചൂടായി വന്നതിന് ശേഷം ഉലുവ ഇട്ടു. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു സ്പൂണിലെടുത്തിട്ട് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചേറെ വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറുകിയ ചാറോട് കൂടി തന്നെ വെക്കാറുള്ളൂ. ഇത് അല്പം വെള്ളം നീട്ടിയാണ് വെച്ചിരിക്കുന്നത്, കാരണം നമുക്ക് പൊറോട്ടയിൽ ഒഴിച്ച് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, തിളച്ചെല്ലാം വന്ന് പുളിയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ മീനും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ടേ. ആഹാ, ഇത് കണ്ടില്ലേ, നല്ല തിളതിളാന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിടാൻ വിട്ടുപോയി കേട്ടോ. തക്കാളി വേണ്ടവർ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ മീൻകറിയിൽ തക്കാളി ഇടാറുണ്ട്. എന്തായാലും ഞാനതിപ്പം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്നുകൊണ്ട് വേവട്ടെ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ മീനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു കറിവേപ്പിൻ്റെ തണ്ടൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊളപ്പ മീൻകറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ നൂൽ പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പ് മൈദ നമുക്കെടുക്കാം.
1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാട്ടോ. ആ ഒരു മുട്ടയും കൂടെ എടുത്ത് നമുക്ക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാവേ. മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ നെയ്യാണേ. ഇനി ഇത് നല്ലവണ്ണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് അതൊരു കവറിലേക്ക് ആക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധാ കവറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാലിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലൊന്ന് ഞാൻ അല്പം നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ തുമ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നൂൽ പൊറോട്ടയുടെ രൂപത്തിൽ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടേ. ആദ്യത്തെ 1-2 എണ്ണം പാളിപ്പോയാലും നമുക്ക് സെറ്റായിട്ട് തന്നെ ഒഴിക്കാൻ പറ്റുന്നുണ്ടേ. മാവൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്കതിൻ്റെ മുകളിൽ അല്പം നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയോ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. നെയ്യൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൂടി വേവിക്കാവേ. അപ്പോൾ ഈ നൂൽ പൊറോട്ട നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വശമൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റെഗുലറായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസിനും ലൈക്കും ഷെയറും ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാതെ വെറുതെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നാം ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ നൂൽ പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, 1 കപ്പ് മാവിന് നമുക്ക് ഏകദേശം 10-12 പൊറോട്ടയോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ടൈപ്പിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു. കണ്ടോ, എന്ത് രസമാണ് കാണാനല്ലേ. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.